ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മാക്രോണിയും എഗ്ഗും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല പിസ്സ റെസിപ്പിയാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കപ്പ് മാക്രോണി, ചെറുതായിട്ട് അരിഞ്ഞ മഷ്റൂം, കോൺ പുഴുങ്ങിയത്, ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും, തക്കാളി തൊലി കളഞ്ഞത്, മുട്ട 3 എണ്ണം, ഞാൻ സോസേജസ് എയർ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നതാണ്, ഒലീവ്സ് എടുത്തിട്ടുണ്ട്, ഗ്രേറ്റഡ് ചീസ്, റെഡ് ചില്ലി സോസ്, പെപ്പർ, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, ഒലീവ് ഓയിൽ, ഉപ്പ്. ആദ്യം നമുക്ക് ഈ സോസേജസിനെ 2 രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഒന്ന് നമ്മൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് ഒന്ന് ചെറുതായിട്ട് നടുവേ മുറിച്ച് ഒന്ന് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ബാക്കി ഉള്ള 2 സോസേജസ് ഞാനാണ് റൗണ്ടായി കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലെ ടോപ്പിങ്സിന് വേണ്ടി മാറ്റി വെച്ചേക്കാം. തൊലി കളഞ്ഞ തക്കാളിയെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്കിനി മാക്രോണിയെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി നന്നായിട്ട് ചൂടായ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മാക്രോണി ഇട്ട് ഒരു 5 തൊട്ട് 6 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. മാക്രോണി സോഫ്റ്റ് ആയതിനു ശേഷം അതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് മഷ്റൂമിനെ ഒന്ന് സോട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിനി പിസ്സയ്ക്കുള്ള ഫില്ലിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് വേവിച്ച് വെച്ച മാക്രോണി, പൊടിയായിട്ട് അരിഞ്ഞ തക്കാളി, അതിൻ്റെ കൂടത്തിൽ വേവിച്ച് വെച്ച കോണ്, മഷ്റൂം, പിന്നെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച സോസേജസ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സോസുകൾ ആഡ് ചെയ്യുക. അതിന് വേണ്ടി റെഡ് ചില്ലി സോസ്, കുറച്ച് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം 3 മുട്ട നമ്മൾ കുരുമുളകും ഉപ്പും ചേർത്ത് നന്നായി അടിച്ചെടുത്തേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ആവശ്യത്തിനുള്ള ചീസ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ റെഡ് ആൻഡ് ഗ്രീൻ ക്യാപ്സിക്കം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് സോസേജസും അതുപോലെ തന്നെ കുറച്ച് ഒലീവ്സും കൂടെ ടോപ്പിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടെ ചേർത്തിട്ട് 5 തൊട്ട് 6 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഇതിൻ്റെ ചീസൊക്കെ മെൽറ്റ് ആകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അടപ്പൊന്ന് എടുത്ത് മാറ്റി നോക്കാം. അപ്പം നമുക്ക് കാണാം ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതുപോലത്തെ താഴത്തെ ഭാഗമൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇനി ഇതുപോലത്തെ ഒരു സിമ്പിൾ റെസിപ്പിയുമായി ഉടൻ കാണാം.